എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് QR കോഡുകളുമായി ബന്ധപ്പെടുത്തി കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആധുനിക ജീവിതത്തിൽ QR കോഡുകളുടെ സ്ഥാനം ഒഴിവാക്കാനാവാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. QR കോഡ് ഉപയോഗിച്ച് ഒരു ലിങ്ക് തുറക്കുമ്പോൾ URL സുരക്ഷിതമാണെന്നും വിശ്വസനീയമായിട്ടുള്ള ഉറവിടത്തിൽ നിന്നുമാണ് വരുന്നതെന്നും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഇമെയിലിലെയും SMS-കളിലെയും സംശയകരമായിട്ടുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് അപകടകരമാണെന്നതുപോലെ തന്നെ QR കോഡുകൾ നയിക്കുന്ന URL എല്ലാം തന്നെ ശരിയാകണമെന്നില്ല. ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അതിന് സാധിക്കുന്നതാണ്. QR കോഡ് സ്കാനർ ആപ്പ് സെറ്റിംഗ്സിലെ ഓപ്പൺ URL ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ നമുക്ക് യുക്തിക്കനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അറിവോടുകൂടി വെബ്സൈറ്റുകളിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നതാണ് ഉചിതം. അറിയപ്പെടുന്ന സേവനദാതാക്കളിൽ നിന്ന് മാത്രമേ QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. QR കോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ നടത്തിയ ഉടനെ തന്നെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കസ്റ്റം QR കോഡ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. QR കോഡ് സ്കാൻ ചെയ്യുവാൻ കഴിയുന്നതും ഉപകരണ നിർമ്മാതാവ് നൽകുന്ന വിശ്വസനീയമായിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കുക. ഏതൊരു ടെക്നോളജിക്കും ഗുണത്തിനോടൊപ്പം തന്നെ ചില ദൂഷ്യവശങ്ങൾ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. കൂടുതൽ കരുതലോടുകൂടി ഇവയെ സമീപിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിശദാംശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.